സോ വെൽക്കം ബാക്ക് ഗൈസ്. സോ വീക്കെൻഡ് ആയിട്ടുണ്ട്. വീക്കെൻഡ് ഇറ്റ്സ് ഫോർ ഫൺ റൈറ്റ്. പക്ഷേ നമുക്കങ്ങനെയല്ല. നമുക്ക് വീക്കെൻഡിലാണ് റിവ്യൂസ് നടന്നത്. പ്രീവിയസ് വീക്ക് എങ്ങനെ പോയി എന്നുള്ളതിൻ്റെ ടോപ്പ് ഡൗൺ അനാലിസിസ് നടത്തി നമ്മളതിനെ റിഫൈൻ ചെയ്ത് അതിൽ നിന്ന് എന്തൊക്കെ മിസ്റ്റേക്സ് വരുത്തി, എന്തൊക്കെ ലെസൺസ് നമുക്ക് അതിൽ നിന്ന് ഗ്രാബ് ചെയ്യാൻ പറ്റി, എത്രത്തോളം വിൻ റേറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി, ആൻഡ് വാട്ട്സ് എ കറൻറ്റ് വീക്ക് സ്റ്റാറ്റസ്, അടുത്ത വീക്ക് എങ്ങനെ നമ്മൾ പുഷ് ചെയ്യണം എന്നെല്ലാം പ്ലാൻ ചെയ്യുന്നത് വീക്കെൻഡിലാണ്. ദാറ്റ്സ് ഹൗ ഐ ഡു ഇറ്റ്. സോ അതൊരു നല്ല ഹാബിറ്റാണ്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ട്രൈ ദാറ്റ്. ആൻഡ് ഈ വീക്ക് എനിക്ക് പോയതെന്ന് വെച്ചാൽ ബ്രേക്ക് ഈവൻ ആയിരുന്നു. ഐ ഡിഡൻ ട്രേഡ് ഓൺ മൺഡേ. ആസ് ഐ ടോൾഡ് യു, ബാങ്ക് ഹോളിഡേ ആണ്. ബാങ്ക് ഹോളിഡേയ്സിൽ മാർക്കറ്റ് കണ്ടീഷൻ കൺസോൾട്ടേഷൻ ആയിരിക്കാം എന്ന് ഞാൻ പ്രീവിയസ് വീക്ക് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ എക്സാക്ട് സംഭവിച്ചു. പക്ഷേ ചില സമയത്ത് ഡിഫറൻസ് ഉണ്ടാകാം. ചില സമയത്ത് മാർക്കറ്റ് റാലി ചെയ്യും. ബട്ട് ഐ ഡോണ്ട് ട്രേഡ് ബാങ്ക് ഹോളിഡേയ്സ്, സോ ഇറ്റ് ഡിഡൻ കൺസേൺ മീ. ആൻഡ് ട്യൂസ്ഡേ ഞാൻ ട്രേഡ് എടുത്തു, സ്റ്റാർട്ടഡ് ദ വീക്ക് ഓൺ ലോസ്. ആൻഡ് വെനസ്ഡേ ഇറ്റ് വാസ് ഗ്രേറ്റ് വിൻ. ആൻഡ് തേഴ്സ്ഡേ രണ്ട് ഓപ്പർച്യൂണിറ്റീസ്, നല്ല ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു ഫിയർ ഓഫ് എൻറ്ററിങ് ഇൻ ദാറ്റ് ട്രേഡ്. ആ രണ്ട് ട്രേഡിലും എനിക്ക് കയറാൻ പറ്റിയില്ല. സോ വി ഡിൻ ട്രേഡ്. ആ ടേപ്പ് റീഡ് ചെയ്തിട്ടുണ്ട്. ആ നല്ല രണ്ട് ട്രേഡ്സ് ഞാൻ ടേപ്പ് റീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഓൺ ഫ്രൈഡേ വി ഹാഡ് അനദർ ലോസിങ് ഡേ. സോ ടോട്ടലി വീക്ക് ഒരു ബ്രേക്ക് ഈവൻ ആയിരുന്നു. -$4 ലോസ്. ബട്ട് ഐ സ്റ്റിൽ കൺസിഡർ ഇറ്റ് ആസ് ബ്രേക്ക് ഈവൻ ബിക്കോസ് എൻ്റെ സൈക്കോളജിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും തോന്നിയതുകൊണ്ട്. സോ ഐ വിൽ ജസ്റ്റ് ഷോ യു മൈ ട്രേഡ്സ്. എനിക്ക് നോഷനില്ലാത്താണ് ഞാൻ എൻ്റെ ഫയൽസ് എല്ലാം, ഐ മീൻ എൻ്റെ ഡേറ്റ എല്ലാം ഞാൻ സേവ് ചെയ്യുന്നത്. ആൻഡ് ഐ ഹാവ് ഇറ്റ് ഓൾ റെക്കോർഡഡ്. എൻ്റെ ജേർണൽസ് ഉണ്ട്, ഞാൻ എന്തിനാ ട്രേഡ് എടുത്തുന്നുണ്ട്, എന്ത് മിസ്റ്റേക്സ് വരുത്തിയെന്നുണ്ട്. ഐ ജസ്റ്റ് ഷോ യു ദ ട്രേഡ്. സോ എല്ലാവരും നോട്ട്ബുക്സിൽ, ചിലർ നോട്ട്ബുക്സ് ചെയ്യും, ചിലർ ഡിജിറ്റലി ചെയ്യും. ഐ പ്രിഫർ ഡിജിറ്റൽ വേ. സോ ഐ ഹാവ് മൈ നോഷൻ ഫയൽ. ഐ വിൽ ഷെയർ വിത്ത് യു ഗൈസ് റൈറ്റ് നൗ. സോ കം ഓൺ. സോ ഇതാണ് എൻ്റെ നോഷൻ ഫയൽ. ഇതിനകത്താണ് ഞാൻ ജേർണൽസ് ചെയ്യുന്നത്. എൻ്റെ ഡിജിറ്റൽ ജേർണലാണത്. ഒരു വർഷമായിട്ട് ഞാൻ ഇത് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് ജേർണൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഐ ഹാവ്. കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ എനിക്ക് റിഫൈൻ ചെയ്യാൻ പറ്റുന്നതും കൺസിസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഡിസിപ്ലിൻ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നതും ഈ ജേർണൽ കാരണമാണ്. നമുക്ക് ആദ്യം ഈ ബാനർ ഒന്ന് വായിച്ചിട്ട് ബാക്കി അനാലിസിസിലേക്ക് പോകാം. മൂവിങ് സ്ലോലി ഈസ് ദ ഫാസ്റ്റസ്റ്റ് വേ ടു ഗെറ്റ് വാട്ട് യു വാണ്ട് ഇൻ ട്രേഡിംഗ്. സോ ഈ ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ ഇപ്പം എൻ്റെ സെക്കൻഡ് അക്കൗണ്ട് റൺ ചെയ്യുന്നത്. എൻ്റെ ഫസ്റ്റ് അക്കൗണ്ട് ഡ്രോഡൗൺ ആയി കഴിഞ്ഞിട്ട് ഞാൻ ഈ വർഷം സ്റ്റാർട്ട് ചെയ്ത സെക്കൻഡ് അക്കൗണ്ട് January 1st പർച്ചേസ് ചെയ്തു. January വാസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ് ഫോർ അസ്. ഒരൊറ്റ വിന്നിങ് ഡേ മാത്രമേ ഉള്ളായിരുന്നു. ആൻഡ് ദിസ് വിൻ ഇസ് ഇൻ മച്ച്. ഞങ്ങളൊരു 0.15% റിസ്ക് മാത്രമാണ് ഒരു അക്കൗണ്ടിൽ ഇപ്പം ട്രേഡ് എടുക്കുന്നത്. അത്രയും സ്ലോ ആയിട്ട് പോയാൽ മതി എന്ന് തീരുമാനിച്ചതാണ്. കാരണം ഐ ഡോണ്ട് വാണ്ട് ടു റഷ് ദ പ്രോസസ്. സോ ഇതാണ് ഫെബ്രുവരിയിലെ അക്കൗണ്ട് സ്റ്റാറ്റസ്. സോ 2 weeks വി ഹാഡ് എ വിന്നിങ് വീക്ക്. ആൻഡ് ഈ വീക്ക് നമുക്ക് ബ്രേക്ക് ഈവനായി. 5-6 ഡേയ്സിൻ്റെ കണ്ടിന്യൂസ് വിന്നിങ് സ്ട്രീക്ക് ഉണ്ടായിരുന്നു. സോ പിന്നെ നമ്മൾ കുറച്ച് ലോസസ് ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ വീക്കിൻ്റെ സ്റ്റാറ്റസാണ് ബ്രേക്ക് ഈവനായിട്ട് $4 എന്നുള്ള ബ്രേക്ക് ഈവനിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത്. സോ ഇനി ഇതിനകത്തോട്ട് കയറാം. സോ ദിസ് ഈസ് ഹൗ ഐ റെക്കോർഡ് ഓൾ മൈ ട്രേഡ്സ്. ഇത് ഏഷ്യൻ സെഷൻ, ലണ്ടൻ സെഷൻ, ന്യൂയോർക്ക് സെഷൻ തിരിച്ചേക്കുവാണ്. ഓരോ സെഷനിലും ഇതെൻ്റെ ചെക്ക് ലിസ്റ്റാണ്. മാനിപ്പുലേഷൻ, ഇൻവേർഷൻ ഫെയർ വാല്യൂ, ക്യാപ്ചർ, സ്റ്റേറ്റ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കണ്ടാൽ മാത്രമേ ഞാനത് എൻ്റെ A+ സെറ്റപ്പ് എന്നുള്ള രീതിയിൽ എൻ്റർ എടുക്കുകയുള്ളൂ. ഇതെൻ്റെ ട്രേഡ് സമ്മറി. ആൻഡ് ഇവിടെ ഒരു സ്പേസ് എൻ്റെ ചാർട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ ദിസ് വാസ് ദ ഫസ്റ്റ് ട്രേഡ്. ഇവിടെ നമ്മൾ മെയിൻ മിസ്റ്റേക്ക്, ഈ വീക്കിലെ ഏറ്റവും മെയിൻ മിസ്റ്റേക്ക് വരുത്തിയത് ഈ ഒരു ദിവസമാണ്. സോ വി ട്രെയിൽഡ് ദ എസ് എൽ ഇവിടെ ഇരുന്ന എസ് എൽ നമ്മൾ കുറച്ചുകൂടെ വലിച്ച് താഴോട്ട് വെച്ചപ്പം ഈ ഒരു ക്യാൻഡിൽ ഡ്രോപ്പ് ചെയ്ത ഉടനെ സ്പ്രെഡ് കൂട്ടി നമുക്കിട്ട് ഹിറ്റ് ചെയ്യുമായിരുന്നു. $15 ലൂസ് ചെയ്യുന്ന പകരം നമ്മൾ $21 ആ ട്രേഡിൽ ലൂസ് ചെയ്തു. പിന്നെ സെക്കൻഡ് ട്രേഡിൽ നമ്മൾ ഫസ്റ്റ് ഒരു ബുള്ളിഷ് ഡയറക്ഷൻ വെച്ചിട്ടാണ് മാർക്കറ്റ് അനലൈസ് ചെയ്തത്. പക്ഷേ ഒരു 1 minute ചേഞ്ചിങ് സ്റ്റേറ്റ് കണ്ടപ്പോൾ നമ്മൾ അതിനകത്തോട്ട് ചാടി കയറി ഒരു 5 minute വരെ നിർത്തിയില്ല. നമുക്ക് അടിച്ചിട്ട് മാർക്കറ്റ് പിന്നെ മേളിലേക്ക് പുഷ് ചെയ്തു. സോ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാനിവിടെ എൻ്റർ ചെയ്യുന്നുണ്ട്, ആസ് യു ക്യാൻ സീ. സോ ഇവിടെ എന്താണ് ലൂസിങ് ട്രേഡിന് കാരണം, വാട്ട് മെയ്ഡ് ദ ട്രേഡ് എ ലൂസർ എന്നുള്ളതിന് കാര്യങ്ങളാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ലെസൺ ലേൺഡ് എന്നുള്ള പോർഷനോടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഐ ക്യാൻ റിവ്യൂ വാട്ട് ചേഞ്ചസ് ടു ബി മെയ്ഡ്. പിന്നെ ഇവിടെ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സെക്ഷനോടെ ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇറ്റ് ഹെൽപ്സ് ആക്ച്വലി. അങ്ങനെ എല്ലാത്തിനകത്തുണ്ട്. സോ നെക്സ്റ്റ് ഡേ എന്ന് പറയുമ്പം നമുക്ക്
വെനസ്ഡേ കിട്ടിയ ട്രേഡാണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് വിൻ സോ ഫാർ ഇൻ ദിസ് അക്കൗണ്ട്. ഒറ്റ ട്രേഡ് എടുത്തിട്ടുള്ളൂ. സോ നമ്മുടെ പ്രീവിയസ് വീക്കിൻ്റെ ലോസസ് എല്ലാം നമുക്ക് ഈ ഒറ്റ ട്രേഡ് കൊണ്ട് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റി. 1:4 RR ട്രേഡാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പ്രൊജക്ഷൻ വെച്ചിട്ട് ഓൾ ടൈം ഹൈയിലേക്ക് നമ്മൾ ട്രേഡ് ചെയ്ത ഒരു എൻട്രി എടുത്തൊരു ട്രേഡാണ്. സോ അതിനകത്ത് നമ്മൾ വാട്ട് മെയ്ഡ് ദ ട്രേഡ് വിന്നർ എന്നുള്ള കോൺസെപ്റ്റ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു നമ്മുടെ സിസ്റ്റം തന്നെയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മോഡൽ വെച്ചിട്ടാണ് വർക്കൗട്ട് ആയതെന്നൊക്കെ നമുക്ക് ഇതിനകത്തുനിന്ന് പഠിക്കാൻ പറ്റും. സോ അതിനുള്ള കേസിനാണ് ഞാൻ ഇത് ആഡ് വെച്ചേക്കുന്നത്. ന്യൂയോർക്ക് സെഷനിൽ സെയിം രീതിയിലൊരു ഓപ്പർച്യൂണിറ്റി വന്നു. നമ്മൾ എൻട്രി എടുത്തു, ബട്ട് വി ഹാഡ് ടു ഗെറ്റ് ഔട്ട്. നമുക്ക് അത് റിവേഴ്സലായിട്ട് തോന്നിയുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് ഇറങ്ങി. പക്ഷേ നമ്മുടെ ഡയറക്ഷനിൽ തന്നെ മൂവ് ചെയ്തു. ഇതൊരു 1:4 R ട്രേഡ് ഉണ്ടായിരുന്നു. ബട്ട് ദാറ്റ്സ് ഓക്കെ, സംടൈംസ് ദാറ്റ് ടു ഹാപ്പൻ. സോ ഇത് കഴിഞ്ഞിട്ട് തേഴ്സ്ഡേ നമുക്ക് മിസ്സായ ട്രേഡാണ് ഇത്. ഇവിടെ ഓൾ ടൈം ഹൈയിലേക്കായിരുന്നു പ്രൈസ് പിന്നെയും ഡ്രൈവ് ചെയ്യുന്നത്. ഒരു ഫെയർ വാല്യൂ 5 മിനിറ്റിന് ഫെയർ വാല്യൂ ഗ്യാപ്പ് ആയിരുന്നു. പക്ഷേ ഔട്ട് ഓഫ് ഫിയർ ഐ ഡിഡ്ന്റ് എൻ്റർ ഹിയർ. അതും 1:3 RR ഉണ്ടായിരുന്ന ട്രേഡ്, ബട്ട് വി കുഡ്ന്റ് ഗെറ്റ് ദാറ്റ്, വി മിസ്ഡ് ഇറ്റ്. അത് കഴിഞ്ഞിട്ട് വൈകിട്ടും 4 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ചിട്ട് നമുക്കൊരു എൻട്രി മിസ്സായി. ഇവിടെ കയറാനുള്ള ഓപ്ഷൻ കുറവായിരുന്നു. ഈ ഒരു 3 മിനിറ്റ് ഇൻവെസ്റ്റ് നമ്മളൊരു ബുള്ളിഷ് പ്രൈസ് വെച്ചുകൊണ്ട് പിന്നെ കയറാൻ തോന്നിയില്ല. ഇവിടെ ഒരു 3 മിനിറ്റിൻ്റെ ഇൻവേർഷൻ ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. അത് ക്ലോസ് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത ക്യാൻഡിൽ കയറായിരുന്നു. പക്ഷേ മടിച്ചിരുന്നു. ഡയറക്ഷൻ ഓപ്പോസിറ്റ് വെച്ച് ചെന്നതുകൊണ്ട് അത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തു. സോ അതാണ് താഴോട്ടത് പുഷ് ചെയ്ത് നമുക്ക് എൻട്രി കിട്ടിയില്ല. സോ ഈ 2 ട്രേഡും നമുക്ക് മിസ്സായതുകൊണ്ട് അതിൻ്റെ ഒരു ഫോമോ മനസ്സിൽ കിടന്നുകൊണ്ടാണെന്ന് തോന്നുന്നു നമുക്ക് ഫ്രൈഡേ എടുത്ത ട്രേഡ്സ് എല്ലാം രണ്ടും ലോസ് ആയിപ്പോയി. ഇവിടെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഡയറക്ഷൻ കറക്റ്റ് ആയിരുന്നു, പക്ഷേ നമ്മൾ ഇച്ചിരി എയർലി എൻട്രി ആയിപ്പോയി. 1 അവറിൻ്റെ ഒരു ക്ലോഷർ ബുള്ളിഷ് ആയിരുന്നിട്ട് പോലും നമ്മൾ അതിനകത്ത് കയറി. അത് ഒരു 30 മിനിറ്റിൽ റിയാക്ഷൻ കണ്ടിട്ടാണ് വരുന്നത്. പക്ഷേ അത് പിന്നെ അത് 30 മിനിറ്റിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് പോയിട്ട് തിരിച്ചു വന്നു. സോ അത് കഴിഞ്ഞിട്ട് വൈറ്റ് എടുത്ത ട്രേഡാണ്. വൈറ്റ് എടുത്തതിൻ്റെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂസിന് വേണ്ടി വെയിറ്റ് ചെയ്തില്ല. ന്യൂസ് കഴിഞ്ഞിട്ട് എടുത്താൽ മതിയായിരുന്നു. ആൻഡ് ഓൾസോ ഇറ്റ് വാസ് ഫ്രൈഡേ ഞങ്ങൾ പിന്നെയും ബുള്ളിഷ് പ്രൈസ് വെച്ചു. ഫ്രൈഡേ നോർമലി റീട്രേസ്മെൻ്റ് ആണ്, ഒരു വീക്കിൻ്റെ റീട്രേസ്മെൻ്റ് ആണ് നോർമലി തരാറ്. ആൻഡ് ഓൾസോ 9:45 ന്യൂസ് ഉണ്ടായിരുന്നു. നമ്മളൊരു 9 o'clock ആയപ്പോൾ ഞാൻ മാർക്കറ്റിൽ കയറി. ദാറ്റ് വാസ് എ മിസ്റ്റേക്ക് ദാറ്റ് വാസ് മെയ്ഡ്. നമ്മൾ വെച്ചിരുന്ന SL അടിച്ചു, പക്ഷേ കുറച്ചുകൂടെ താഴെ വെച്ചിരുന്നെങ്കിൽ അതെനിക്കിതില്ലായിരുന്നു. പിന്നെ ട്യൂസ്ഡേ നമ്മൾ വരുത്തിയ മിസ്റ്റേക്ക് കാരണം നമ്മൾ പിന്നെ ട്രെയിൽ ചെയ്യാൻ പോയില്ല പ്രൈസ്. അതും ഹിറ്റ് ചെയ്തു. പക്ഷേ അവിടുത്തെ പഠിച്ചൊരു ലെസനാണ്. 9:45 ശേഷം മാത്രമേ ഇനി അങ്ങനെ ന്യൂസ് 9:45 വരുന്നതെങ്കിൽ 10 o'clock വരെ വെയിറ്റ് ചെയ്യും. അടുത്ത 4 hour ക്യാൻഡിൽ ഫോം ചെയ്തതിന് ശേഷം മാത്രമേ ട്രെയിൻ എടുക്കത്തുള്ളൂ ഒരു ഐഡിയ വെച്ചു. ആൻഡ് ഇതെൻ്റെ വീക്ക്ലി റിഫ്ലക്ഷനാണ്. എല്ലാ വീക്കും ഞാൻ ഇതിനകത്തും ജേർണൽ ചെയ്യാറുണ്ട്. എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താം, പോസിറ്റീവ് ടേക്ക് അവേസ് എന്തൊക്കെയാണ്, സ്ട്രാറ്റജീസ് ഏതൊക്കെ വർക്ക് ചെയ്തു, ചലഞ്ചസ് എങ്ങനെ ഫേസ് ചെയ്തു, എന്തൊക്കെ പുതിയ ഇൻസൈറ്റ്സ് കിട്ടി, എന്തൊക്കെ പുതുതായിട്ട് പഠിച്ചു, പിന്നെ അടുത്ത വീക്കിലേക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ജേർണലാണ്. സോ ഇതാണ് എൻ്റെ ഓവറോൾ ജേർണൽ. സോ ഈ വീക്കിലെ പെർഫോമൻസ് ഇങ്ങനെയായിരുന്നു. നമ്മൾ ബ്രേക്ക് ഈവനകത്താണ് ക്ലോസ് ചെയ്തത്. സോ ഗൈസ്, നിങ്ങളിപ്പോൾ കണ്ട പോലെ പ്രിപ്പയർ ഫോർ ദ നെക്സ്റ്റ് വീക്ക് ആൻഡ് റിഫൈൻ വാട്ട് ഹാപ്പൻ ദിസ് വീക്ക്. സോ അങ്ങനെ നമുക്ക് നമ്മുടെ മിസ്റ്റേക്സിൽ നിന്ന് പഠിക്കാനും പറ്റും. അടുത്ത വീക്കിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നുള്ളത് നമ്മുടെ മനസ്സിൽ നമുക്ക് എഴുതി വെക്കാനും പറ്റും. ദാറ്റ്സ് വൈ യു നീഡ് ജേർണൽ. ജേർണൽ ചെയ്യുന്നതിലൂടെ നമുക്ക് ഇറ്റ്സ് എ മാജിക് പിൽ. നമ്മളിപ്പോൾ ദ സീക്രട്ട് സോഴ്സ് ടു ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അത് ജേർണലിംഗ് ആണ്. ജേർണൽ ചെയ്തില്ലെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് യു വിൽ ബി സക്സസ്ഫുൾ ഇൻ ദ ലോങ് ടേം റൺ. നമുക്ക് വേണ്ടത് നാളെ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കി നാളെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കുക എന്നുള്ളതല്ല. ഈ ഒരു സ്കില്ല് ലൈഫ് ലോങ് കൊണ്ടുപോകുക എന്നുള്ളതാണ്. സോ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഐ തിങ്ക് യു ഷുഡ് ജേർണൽ. എയ്തർ റൈറ്റ് ഇറ്റ് ഓൺ എ ബുക്ക് ഓർ ഹാവ് ഇറ്റ് ഡിജിറ്റലി ജസ്റ്റ് ലൈക്ക് ഐ ഡിഡ്.